ഹലോ, ബ്രെഡിൻ്റെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു പാത്രം ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 പീസ് കറുകാപ്പട്ടയും 2 ഏലക്കായും 3 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അത്യാവശ്യം എരിവുള്ള 2 വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഒരു സവാള വളരെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് സവാളയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴേക്കും സവാള നന്നായി വാടി വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും അല്പം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും 1 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 300 ഗ്രാം ചിക്കൻ ഉണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ചിക്കൻ്റെ സ്കിന്നൊക്കെ ഇതുപോലെ വൈറ്റ് കളറായിട്ടുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ 1.5 കപ്പ് അളവിൽ തേങ്ങയുടെ 2ാം പാലും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു 10 to 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് അടച്ചു വെച്ച് വേവിക്കരുത്. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിക്ക് കുറച്ചുകൂടി തിക്നെസ് കൂടി കിട്ടും. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളകും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങയുടെ 1ാം പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അധിക നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്ത് കറി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും അണ്ടിപ്പരിപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1 മണിക്കൂറോ ഒരു 30 മിനിറ്റോ ഇതിനൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും കറി ഒന്ന് സെറ്റായി വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റ് ബ്രെഡിൻ്റെയോ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.